ഒരു കേസിനകത്ത് ഹൈക്കോടതി ജഡ്ജ് ഒരു പെൺകുട്ടിയോട് പറയുന്ന ഒരു കാര്യമാണ്, ആ കുട്ടിയോട് ഓർഡറാണ് കൊടുക്കുന്നത്. ആ കുട്ടിയുടെ വക്കീലിനോട് കൊടുക്കുന്ന ഓർഡർ എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിലല്ല താമസിപ്പിക്കേണ്ടതെന്ന്. അവിടെ താമസിക്കേണ്ടത് മോളും ഭർത്താവും പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ടെങ്കിൽ അവരാണ്. ഈ കേസിനകത്ത് മോളുടെ വീട്ടുകാർ, അതായത് മോളുടെ അമ്മയും അച്ഛനും ഈ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർ വന്ന് താമസം തുടങ്ങിയതും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പിന്നെ മോൾക്ക് ഭർത്താവ് വേണ്ടാതെ ആവുന്നതും ഭർത്താവിനകത്ത് ഒരുപാട് കുറവുകൾ കാണുന്നതും ഒക്കെ അന്ന് തൊട്ടാണ് തുടങ്ങുന്നത്. അത് പ്രൂവ് ആയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഒരു ഓർഡർ ജഡ്ജ് പാസ്സാക്കുന്നത്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനൊരു ഓർഡർ പാസ് ചെയ്യാൻ കാരണം ഈ ഒരു പാരൻസ് കാരണമാണ്. അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മാരീഡ് ലൈഫിൽ നടക്കുന്ന സകല കാര്യങ്ങളും അവളുടെ അമ്മയോട് വിളിച്ച് പറയുമ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് പല അഡ്വൈസും പല സജഷൻസും വരും. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ആകെ കൂടെ കൺഫ്യൂഷനാണ്. ഞാൻ നിൽക്കണോ പോണോ, അവളുടെ ഭർത്താവ് അങ്ങനെയാണ് ചെയ്തത്, നിൻ്റെ ഭർത്താവിന് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, അങ്ങനെ പല കമ്പാരിസൺസും പല കാരണങ്ങളും പറഞ്ഞ് സ്വന്തം മോളുടെ ലൈഫ് ഇല്ലാതാക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. വിഷമത്തോടു കൂടി പറയാണ്. ഈ അമ്മമാരും മനസ്സിലാക്കേണ്ട കാര്യം, കല്യാണം കഴിച്ച് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ദയവ് ഇത് പെൺകുട്ടികളുടെ ലൈഫിൽ കയറി നിറങ്ങി അവരുടെ ലൈഫ് ഇല്ലാതാക്കരുത്. അതിന് പകരം അവരുടെ ലൈഫിൽ സന്തോഷം എക്സ്ട്രാ കൂട്ടിക്കൊടുക്കാനുള്ള വഴികൾ എന്താണെന്നുള്ളത് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതി ജഡ്ജിന് ഇങ്ങനൊരു ഓർഡർ പാസ് ചെയ്യേണ്ട ആവശ്യം വന്നത്. അതുകൊണ്ട് പെൺകുട്ടികളുടെ അമ്മമാരും ഈ കാര്യം അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും.